നമുക്കറിയാം, ലഹരി അതിവേഗം നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ്. ലഹരിയുടെ ഉപയോഗം, പല രീതിയിലുള്ള ലഹരി നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്നു. മുമ്പത്തേക്കാൾ ഉപരി വളരെ കേസുകൾ പോലീസും എക്സൈസും നാർക്കോട്ടിക് ബ്യൂറോയും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ചെറുപ്പക്കാരെയാണ് ഈ വിപത്ത് വളരെയധികം ആക്രമിക്കുന്നത്. അതിൻ്റെ അടിമകളാകുന്നതും ചെറുപ്പക്കാരാണ്. നമുക്ക് സമൂഹത്തിൽ നിന്ന് ആ ലഹരി എന്ന വിപത്ത് ഉന്മൂലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതിനുള്ള ബോധവൽക്കരണ പ്രക്രിയ ഇതുപോലെ റാലികൾ കൂടിയും ജനങ്ങൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത്, കുട്ടികൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്തും നമുക്ക് അത് പൂർണ്ണമായി സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ട ഒരു കടമ ഓരോ മനുഷ്യ ജീവികൾക്കുമുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ഈ റാലിയുടെ, മഹാറാലിയുടെ ഉദ്ഘാടനം നടത്തിയതായി പ്രഖ്യാപിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്ത ലഹരി വിരുദ്ധ മഹാറാലി ആരംഭിച്ചിരിക്കുകയാണ്. മനുഷ്യരാശിയുടെ അന്തകനായി താണ്ഡവ നൃത്തം നടത്തുന്ന ലഹരി വസ്തുക്കളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ ഭരണകൂടവും സാമൂഹ്യനീതി ഓഫീസും കൊട്ടാരക്കര ആശ്രയയും സംയുക്തമായി വിദ്യാഭ്യാസ വകുപ്പിന്റെയും
അതുപോലെ ദൈവം നമ്മുടെ കൂടെ നിന്നു. ദൈവം ഇത് ഉപയോഗിക്കുന്നതിന് അനുകൂലമായിരുന്നെങ്കിൽ, ലഹരി ഉപയോഗിക്കുന്നതിന് അനുകൂലമുള്ള ആളായിരുന്നു ദൈവമെങ്കിൽ കൊട്ടാരക്കരയിൽ മാത്രം മഴ മാറ്റി നിർത്തത്തില്ല. നെടുവത്തൂർ വരെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, തൊട്ടടുത്ത് മൈലം വരെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, പനവേലി വരെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, കിഴക്കേത്തിരു വഴിയും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. കിഴക്കേത്തിരു മുതൽ നെടുവത്തൂർ വരെയും മൈലം മുതൽ പനവേലി വരെയുള്ള ഇത്രയും ഭാഗം നമുക്ക് വേണ്ടി മഴയ്ക്ക് ദൈവം നമുക്കായി കൊട പിടിച്ച് നിന്നുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പും സാമൂഹിക പ്രവർത്തകരും അതിലേറെ പ്രാധാന്യം എടുത്ത് പറയേണ്ടപ്പെട്ട കലയോര മാസയ സംഗീതവും ചേർന്നുകൊണ്ട് ഈ ജൂൺ മാസം 26 ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാള നാടിനെ സംബന്ധിച്ച് നേരെ ചർച്ച ചെയ്യപ്പെടുന്നതും ഒട്ടേറെ സാമൂഹിക പ്രശ്നങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും ഇവിടെ വരുന്നതുമായ മയക്ക് മരുന്നിൻ്റെ ഉപയോഗം നിശ്ചയമായും നാം കരുതലോടെയും ജാഗ്രതയോടെയും നീങ്ങേണ്ടതുണ്ട്. നമുക്ക് ചുറ്റും അപകടം പതിയിരിക്കുകയാണ്. വലിയ മാഫിയ, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ മാഫിയുണ്ട്. കേവലം സാമ്പത്തിക ലാഭം മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ എല്ലാത്തരം തിന്മകളിലേക്കും നയിക്കുന്ന ലഹരി ഉപയോഗം അവസാനിപ്പിക്കുന്നതിനാവശ്യമായുള്ള നിയമം മാത്രം പോരാ, നിയമ നടപടി മാത്രം പോരാ, കടുത്ത ശിക്ഷ മാത്രം പോരാ. അതിനാവശ്യമായ നല്ല ബോധവൽക്കരണം, നല്ല പ്രചരണ പരിപാടികൾ ഉണ്ടാകേണ്ടതുണ്ട്. അക്കാര്യത്തിൽ കലയോര മാസായ സംഗീതവും ശ്രീ ജോസാറും ഏറെ മുന്ന് പ്രവർത്തിക്കുകയാണ്. ഈ തുടർച്ചയായുള്ള പ്രവർത്തന ഭാഗമായാണിത്. അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ ലഹരി വിരുദ്ധ മഹാറാലിയിൽ പങ്കെടുത്ത എല്ലാവരെയും കൊട്ടാരക്കര നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേക ഒന്നിക്കിൽ കൂടി സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ലഹരി വിരുദ്ധ മഹാറാലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ മർത്തോമാ സഭയുടെ കൊട്ടാരക്കര ഭദ്രാസനത്തിൻ്റെ അധിപൻ അഭിവന്ധ്യ തോമസ് മാർ തീത്തോസ് തിരുമേനിയെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അഭിവാദനം. ഇത്രയും വ്യത്യസ്തങ്ങളായ മേഖലകൾ ഒരുമിച്ച് കൂടി നമ്മുടെ ഈ ദേശത്തുള്ള കലാലയങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഏതാണ്ട് 4000-ഓളം വിദ്യാർത്ഥിനികൾ ഈ ലഹരിക്ക് എതിരെ ഞങ്ങൾ നിരന്തരമായി ജാഗരൂകരായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിനും പ്രതിജ്ഞ എടുക്കുന്നതിനും ഒത്തുചേർന്നിരിക്കുന്നതിൽ ഇതിൻ്റെ സംഘാടകരെ എല്ലാവരെയും ഈ ദേശത്ത് പാർക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അഭിനന്ദിക്കുന്നു. ഈ സമൂഹം ഇന്ന് അഭിനയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മദ്യത്തിനും മയക്കുമരുന്നിനും അല്ലെങ്കിൽ ലഹരിക്ക് അടിമകളാകുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഒരു നാളിൽ ഒരു 15 വയസ്സ് മുതലാണ് മദ്യം ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ 7 വയസ്സുള്ള കുട്ടികൾ മുതൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നു എന്നുള്ളത് കൃത്യമായ റിപ്പോർട്ടുകൾ നമുക്കുണ്ട്. ജീവിതത്തെ ലഹരിയാക്കേണ്ടുന്ന ഒരു തലമുറ ലഹരിക്ക് അടിമകളായി ജീവിതത്തെ അപകടത്തിലേക്ക് നീക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. 4000-ലധികം വരുന്ന ഈ വിദ്യാർത്ഥിനികൾ, അവരുടെ മാതാപിതാക്കൾ, അവർ ഉൾപ്പെടുന്ന ദേശം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ നിരന്തരമായി സമരത്തിലേർപ്പെടുകയും അതിനോട് നോ ടു ഡ്രഗ്സ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താൽ നമ്മുടെ ഈ ജില്ല അനുഗ്രഹിക്കപ്പെട്ടതും ശോഭനമായതും നമ്മുടെ നാടിൻ്റെ ഭാവി വളരെ പ്രകാശപൂർണമാകും എന്നുള്ളതിന് തർക്കമില്ല. മദ്യവും മയക്കുമരുന്നും പുകയിലെയും കഞ്ചാവും വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും കാർന്നു തിന്നുന്ന മാരക വിഷമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
എന്നും ലഹരിക്ക് അടിമപ്പെട്ട ഒരാളെയെങ്കിലും അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ എന്നാൽ കഴിയും വിധം പരിശ്രമിക്കുമെന്നും എന്റെ മനസാക്ഷിക്ക് മുമ്പാകെ ഈ സമൂഹത്തെ സാക്ഷി നിർത്തി ദൈവനാമത്തിൽ ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. സത്യം സത്യം സത്യം.